ലേണിംഗ് പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന PSC ബുള്ളറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. LDC പരീക്ഷയുടെ തീയതി വന്നിരിക്കുകയാണ്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 മാർക്കാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പഠനത്തിൽ കൂടുതൽ സമയം നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഒന്നാമത് ചോദ്യം ഇതാണ്: ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ നടൻ ആരാണ്? ഓസ്കാർ പുരസ്കാരം നേടുന്ന കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ നടൻ, അദ്ദേഹത്തിന്റെ പേരാണ് സിഡ്നി പോയിന്റർ. പേരെന്താണ്? സിഡ്നി പോയിന്റർ എന്നാണ്. സിഡ്നി പോയിന്റർ. ഓക്കെ, എന്തിനാണ് ഈ വ്യക്തിയെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം 2022 അന്തരിക്കുകയുണ്ടായി. അപ്പം ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ നടനാണ് സിഡ്നി പോയിന്റർ. അദ്ദേഹം 2022 അന്തരിക്കുന്നു. അമേരിക്കക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത്? സിഡ്നി പോയിന്റർ. അപ്പോൾ ഒന്നാമത് ചോദ്യം ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത് ചോദ്യം: ഓസ്കാർ പുരസ്കാരം നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ, പേര് സിഡ്നി പോയിന്റർ. അമേരിക്കക്കാരനാണെന്ന് പറഞ്ഞു. 2022 അദ്ദേഹം അന്തരിച്ചു. രണ്ടാമത് ചോദ്യം: ബോളിവുഡിലെ ഡിസ്കോ കിങ് എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകൻ ആര്? ബോളിവുഡിലെ ഡിസ്കോ കിങ്, ഓർത്തോണം, ഡിസ്കോ കിങ് എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകന്റെ പേരെന്താ? ബപ്പി ലാഹിരി എന്നാണ് പേര്. ബപ്പി ലാഹിരി. പേര് പഠിക്കണേ. ബപ്പി ലാഹിരി. കിട്ടിയ പേര് ബപ്പി ലാഹിരി. അപ്പൊ ബോളിവുഡിലെ ഡിസ്കോ കിങ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ബപ്പി ലാഹിരി. ഓക്കെ, അലോകേഷ് ലാഹിരിയാണ് നമ്മൾ ബപ്പി ലാഹിരി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? അലോകേഷ് ലാഹിരി. ഇദ്ദേഹത്തെയും പഠിക്കാൻ കാരണം 2022 ആര് മരണപ്പെടുന്നു? ബപ്പി ലാഹിരി മരണപ്പെടുന്നു. അപ്പൊ ബോളിവുഡിലെ ഡിസ്കോ കിങ്, ചിലപ്പോൾ PSC ഈ അടുത്തിടെ വേർപെട്ടു പോയ വ്യക്തിയാണെന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമ്മൾ ഓർത്തോണം, ഡിസ്കോ കിങ് എന്നറിയപ്പെടുന്ന വ്യക്തി ബപ്പി ലാഹിരിയാണ്. അലോകേഷ് ലാഹിരിയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബപ്പി ലാഹിരി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആര്? റോയി ചാലിയാണ്. ആരാണ്? റോയി ചാലി. പേര് പിടിക്കണം. റോയി ചാലിയാണ് കേരളത്തിലെ ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർ റോയി ചാലി ചെയ്തത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവനായിരുന്നു നമ്മുടെ ഡോക്ടർ റോയി ചാലി. ഇദ്ദേഹം 2022 നമ്മെ വേർപെട്ടു പോയി. ഓക്കെ ആണല്ലോ? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ പേരെന്താണ്? ഡോക്ടർ റോയി ചാലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കണം, എന്തോന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ റോയി ചാലി. ഓക്കെ, അടുത്ത ചോദ്യം: കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകനാണ്? കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകൻ, പേര് ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ. ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ എന്നാണ്. ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകനായിരുന്നു ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ. ഓക്കെ, ഹിന്ദി പണ്ഡിതനും ഹിന്ദി അധ്യാപകനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ. ഓക്കെ ആണല്ലോ? അപ്പൊ അദ്ദേഹവും എന്ത് ചെയ്തിട്ടുണ്ട്? 2022 അന്തരിച്ചു. അപ്പൊ ആ ഭാഗത്തൊരു ചോദ്യം വരാം: കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകനാര്? ഡോക്ടർ N ചന്ദ്രശേഖരൻ നായർ. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം: ഇന്ത്യൻ വ്യോമസേനയിലെ, നാവികസേനയല്ല, ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിത യുദ്ധവിമാന പൈലറ്റ് ആകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനി. അപ്പൊ ഇന്ത്യൻ വ്യോമസേന ആദ്യ മുസ്ലിം വനിത യുദ്ധവിമാന പൈലറ്റ് ആകാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനിയുടെ പേര് സാനിയ മിർസ. പേരെന്താണ്? സാനിയ മിർസ. ഓർത്തോണേ, ആരാണ്? സാനിയ മിർസയാണ്. അപ്പൊ ഇന്ത്യൻ വ്യോമസേന ആദ്യ മുസ്ലിം വനിതാ യുദ്ധവിമാന പൈലറ്റ് ആവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനിയുടെ പേരാണ് സാനിയ മിർസ. സാനിയ മിർസ. ഓക്കെ, അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്ന ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നത്. അല്ലെ? ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഗോൾഡ് കോയിൻസ് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത ATM ഗോൾഡ് ATM
എവിടെയാണ് വന്നത്? ഹൈദരാബാദിൽ. അവ ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ചോദ്യം, 61ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി, 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കോഴിക്കോടായിരുന്നു. എവിടെയായിരുന്നു? കോഴിക്കോട്. അവിടെ നമുക്ക് മറ്റൊരു ചോദ്യം പഠിക്കണം. ഈ സ്കൂൾ കലോത്സവത്തിലെ ജേതാക്കൾ കോഴിക്കോടായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പം 69ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. അതുപോലെ ജേതാക്കളായത് കോഴിക്കോട്. രണ്ടാം സ്ഥാനത്തെത്തിയത് പാലക്കാടും കണ്ണൂരുമാണ്. രണ്ടാം സ്ഥാനം പാലക്കാടും കണ്ണൂരും. മൂന്നാം സ്ഥാനം തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനം നേടിയതാണ് തൃശ്ശൂരാണ്. ഓക്കെ അല്ലേ? അടുത്തത്, ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രം ആരായിരുന്നു? ആർട്ടിസ്റ്റ് ശബരിനാഥ് ആണ്. ആരാണ്? ആർട്ടിസ്റ്റ് ശബരിനാഥ്. ഇദ്ദേഹവും ഈ അടുത്തിടെ അന്തരിച്ച വ്യക്തിയാണ്. ആർട്ടിസ്റ്റ് ശബരിനാഥ്. ആർട്ടിസ്റ്റ് ശബരിനാഥ്. ചോദ്യം എന്താണ്? ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലെ രാമു എന്ന കഥാപാത്രം ആർട്ടിസ്റ്റ് ശബരിനാഥ് ആണ്. ഓക്കെ. ഈ കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ജി അരവിന്ദനാണ്. ആരാണ്? ജി അരവിന്ദൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 2022 ഓടക്കുഴൽ പുരസ്കാരം 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മങ്ങാടിനാണ്. അംബികാസുധൻ മങ്ങാടിനാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കൃതി പ്രാണവായുവാണ്. കൃതി ഏതാണ്? പ്രാണവായു. കൃതി പ്രാണവായു. ഇനി 2023 PN ഗോപാലകൃഷ്ണൻ. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? PN ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കൃതി കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ്. അപ്പൊ 2022 ആർക്ക് ലഭിക്കുന്നു? 2022 അംബികാസുധൻ മങ്ങാട്. 2023 ലഭിക്കുന്നത് PN ഗോപാലകൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ്. ജസ്റ്റ് നിങ്ങൾ 2021 ഓർത്തോളുക. സാറ ജോസഫിന്റെ ബുദ്ധിനി എന്ന കൃതിക്കാണ്. ബുദ്ധിനി എന്ന കൃതി. ഓക്കെ അല്ലേ? അടുത്ത, അമേരിക്കയിലെ ആദ്യ വനിതാ സിഖ് ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മൻപ്രീത് മോണിക്ക സിംഗ്. എന്താണ്? മൻപ്രീത് മോണിക്ക സിംഗ്. മൻപ്രീത് മോണിക്ക സിംഗ്. ഹാരിസ് കൗണ്ടി സിവിൽ കോടതിയിലാണ് നമ്മുടെ മൻപ്രീത് മോണിക്ക സിംഗ് ആദ്യ വനിതാ സിഖ് ജഡ്ജിയായി ചുമതലയേറ്റത്. ഓക്കെ അല്ലേ? 11ാമത് ചോദ്യം, ഇന്ത്യയിൽ നടന്ന 15ാമത് ലോകകപ്പ് ഹോക്കി മത്സര വിജയി ജർമ്മനിയാണ്. ഓക്കെ ആണല്ലോ? 15ാമത് ഹോക്കി ലോകകപ്പ് വിജയി ജർമ്മനിയാണ്. ജർമ്മനി പരാജയപ്പെടുത്തിയത് ബെൽജിയത്തെയാണ്. ആരെ പരാജയപ്പെടുത്തുന്നു? ബെൽജിയത്തെ പരാജയപ്പെടുത്തുന്നു. അപ്പൊ എവിടെ വെച്ചാൽ നടന്നത്? ഇന്ത്യയിലാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്ത്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. എന്താണ്? അമൃത് ഉദ്യാൻ. അമൃത് ഉദ്യാൻ എന്നാണ് ഏതിന്റെ പുതിയ പേര്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ. അല്ലെ? രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്താരാണ്? എഡ്വിൻ ലൂട്ടിൻസ് ആണ്. മുഗൾ ഗാർഡൻ ഉൾപ്പെടുന്ന രാഷ്ട്രപതി ഭവന്റെ രൂപകൽപ്പന എഡ്വിൻ ലൂട്ടിൻസ് ആണ്. അപ്പൊ മുഗൾ ഗാർഡന്റെ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. ഓക്കെ. അടുത്തൊരു ചോദ്യം നമ്മൾ നോക്കുന്നു. അടുത്തിടെ കൊല്ലപ്പെട്ട നബകിഷോർ ദാസ് ഏത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു? ഒഡീഷയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അല്ലെ? അടുത്തിടെ കൊല്ലപ്പെട്ട നബകിഷോർ ദാസ്. നബകിഷോർ ദാസ് പുറത്തോണം ഒഡീഷയുടെ ആരോഗ്യമന്ത്രിയായിരുന്നു. അടുത്തിടെ വെടിയേറ്റ് മരണപ്പെട്ടു നബകിഷോർ ദാസ്. അടുത്ത ചോദ്യം, 2023 വിർ ഗാർഡിയർ എന്ന വ്യോമ അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നടന്നത്? വിർ ഗാർഡിയർ 2023 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ജപ്പാനും തമ്മിലാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് വിർ ഗാർഡിയർ. അപ്പോൾ വിർ ഗാർഡിയർ 2023 ഇന്ത്യ ജപ്പാൻ. വിർ ഗാർഡിയർ 2023 ഇന്ത്യ ജപ്പാൻ. ഇനി പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ചെറുവയൽ രാമൻ ഏത് മേഖലയാണ്? ചെറുവയൽ രാമൻ പ്രീവിയസ് ക്വസ്റ്റൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുവയൽ രാമൻ നെൽവിത്ത് സംരക്ഷകനാണ്. നെൽവിത്ത് സംരക്ഷകനാണ്
ചെറുവയൽ രാമൻ. ഓക്കെ ആണല്ലോ? ചോദ്യം ക്ലിയർ ആണ്. പത്മശ്രീ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ചെറുവയൽ രാമൻ നെൽവിത്ത് സംരക്ഷകനാണ്. 16ാമത് ചോദ്യം. പ്രഥമ അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ജേതാക്കൾ നമ്മുടെ ഇന്ത്യയാണ് നേടിയത്. ജേതാവ് ഏതാരാണ്? ഇന്ത്യ. ഓക്കെ ആണല്ലോ? പ്രഥമ അണ്ടർ 19 2020 വിജയിച്ചത് ഇന്ത്യയാണ്. പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ആരെ പരാജയപ്പെടുത്തി? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ഇനി ഇതിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ ആണല്ലോ? ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഇതിന്റെ വേദിയായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം. വാണി ജയറാമിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2023. പത്മഭൂഷൺ എന്നിടത്താണ് വാണി ജയറാമിന് പത്മഭൂഷൺ 2023 ലഭിക്കുന്നു. 2023 വാണി ജയറാമിന് എന്ത് ലഭിക്കുന്നത്? പത്മഭൂഷൺ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് മനോജ് മണിയൂർ. ആരാണ്? മനോജ് മണിയൂർ. കൃതി ചിമ്മിനിവട്ടം എന്നുള്ളതാണ്. ചിമ്മിനിവട്ടം. ഏതാണ് കൃതി? ചിമ്മിനിവട്ടം. ലാസ്റ്റ് ചോദ്യം. നിലവിലെ ലോകബാങ്ക് പ്രസിഡന്റ് ആരെ? നിലവിലെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയാണ്. അജയ് ബംഗ. ഓക്കെ, ജസ്റ്റ് ഓർക്കുക. ആദ്യത്തെ വ്യക്തി ആരാണ്? യൂജിൻ മേയർ ആണ്. യൂജിൻ മേയർ. ഒരു പേരോട് പഠിക്കണം. അജയ് ബംഗയ്ക്ക് തൊട്ട് മുമ്പ് ലോകബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആര്? ഡേവിഡ് മാൽപോസ്. ഡേവിഡ് മാൽപോസ്.